ജോസേട്ടാ ഫുഡ് അതിനുണ്ട് ബാബു ഫുഡ് അടിപൊളിയല്ലേ ആ നമ്മുടെ മാട്ടിൻ്റെ എൻ്റെ അഭിപ്രായം തന്നെ അടിപൊളി ഫുഡാണ് കൊച്ചി സൂപ്പറല്ലേ ആ അവളെ കിസ് ലവ് കിസ് ചേട്ടാ ഫുഡ് അതിനുണ്ട് സൂപ്പർ ഫുഡ് സൂപ്പർന്ന് വിട്ടിട്ട് വേറെ എന്തെങ്കിലും പറയാനില്ലേ ആർക്കും കൂടെ അടിപൊളി എങ്ങനെയുണ്ട് ഫുഡ് അടിപൊളിയാണ് പക്ഷെ ആരംഭിച്ചുള്ളൂ അതുകൊണ്ട് അഭിപ്രായം പറയാറായില്ല അത് കഴിച്ചുകൊണ്ട് വന്നാലേ അതിൻ്റെ ആ രസം അല്ലേ ഒരു പിടുത്തം പിടിക്കട്ടെ ആ മാവേലിയല്ലേ ഇത് വേഷം മാറി പോയി എങ്ങനെയുണ്ട് മാവേലി ആ വൈകുന്നേരം ആ എങ്ങനെയുണ്ട് നിന്റെ ആദ്യത്തെ മാവേലിയാണോ അല്ലെങ്കിൽ സ്കൂളിലൊക്കെ വെച്ച് ചെയ്തിട്ടുണ്ടാവും അല്ലേ 5ാം ക്ലാസ് തൊട്ട് മാവേലിയാണ് അത് ശരി ആ എത്ര മമ്മൂട്ടി പോലെ ഇതുപോലെ വേഷങ്ങൾ ചെയ്തിട്ടുണ്ടോ അല്ലേ മോഹൻലാലൊക്കെ അല്ലേ അതുപോലെയാണ് ദശാവതാരം ഇന്നത്തെ നിന്റെ അനുഭവം എങ്ങനെയുണ്ട് മാവേലിയായിട്ട് നിന്റെ ഒപ്പം കുറെ ആൾക്കാർ ഫോട്ടോ എടുത്തില്ലേ സെൽഫി ആ അതന്നെ വലിയ സംഭവം എടാ നിന്റെ ഐറ്റം തന്നെയല്ലേ ഉള്ളൂ വടമലി ഇവിടുത്തെ മാളയുടെ പ്രാദേശിക ടീമായ ചാമ്പ്യന്മാരെയാണ് ഞങ്ങൾ എതിർക്കാൻ പോകുന്നത് അല്ലേ അപ്പൊ നിങ്ങൾ യങ്സ്റ്റേഴ്സ് ആണ് കംപ്ലീറ്റ് പൊട്ടമ്മ അപ്പൊ അങ്ങനെ ടീമിനെ ഓക്കെ ഓക്കെ അപ്പൊ എന്തായാലും അതിനെ 7 പേര് വെക്കോ 7 പേര് ഇവിടുന്ന് 7 പേര് വേണ്ടേ അപ്പൊ അത് അതിന്റെ ടീം നോക്കിക്കോട്ടെ നിങ്ങളുടെ വെയിറ്റും കാര്യങ്ങളൊക്കെ നോക്കേണ്ടി വരും വേണ്ടേ അത് വെയിറ്റ് നോക്കിയില്ലെങ്കിൽ കുഴപ്പമില്ല വേറെ ആരും ഉണ്ടാവില്ലെന്നല്ലേ എങ്ങനെയുണ്ട് ചേച്ചി ഫുഡൊക്കെ അടിപൊളി എങ്ങനെയുണ്ട് ഫുഡ് ആ നമ്മൾ മാളിൽ ഇപ്പം ആദ്യത്തെ തവണ ആ ആദ്യത്തെ തവണ എങ്ങനെയുണ്ട് ഞാൻ 8 മണി നിങ്ങൾ പോകുന്നത് കുറച്ച് 8 മണി കറക്റ്റ് ഇവിടെ നിന്ന് ഓടി നേരെ പുതുക്കാട് സെൻറ്റ് ആൻസ് പള്ളിയില്ലേ അവിടെ നിന്ന് തിരിച്ച് ഈ പള്ളി 53 കിലോമീറ്റർ അയ്യോ പൈസ അറിയിക്കണ പോലെ അവസാനം ഇപ്പം നമ്മ വല്ല 18 പറയുന്നത് ഇതിൻ്റെ ഇയറിൽ ഫുഡ് അതിനുണ്ട് മോളെ മല്ലിക എങ്ങനെയുണ്ട് ഫുഡ് അതിനുണ്ട് സൂപ്പർ ആ കഴിഞ്ഞ വർഷത്തെ വൈസ് പ്രസിഡന്റ് ആയിരുന്നു അല്ലേ ഒരു ഇത് നമ്മുടെ ഓണാഘോഷ കമ്മിറ്റിയുടെ സെക്രട്ടറിയാണ് രാജുചേട്ടൻ ഫുഡിനെ കുറിച്ച് അറിഞ്ഞ് നമ്മുടെ കമ്മിറ്റികളിലെ മൊത്തം ചർച്ച ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു രാജുചേട്ടാ അടിപൊളി ആശ ചേച്ചിയുടെ അഭിപ്രായം നല്ല ഇതാ മറ്റൊരു എക്സിക്യൂട്ടീവ് അംഗം ഇതിരിക്കുകയാണ് എങ്ങനെയുണ്ട് അടിപൊളി സേവരേട്ടാ ഫുഡ് അതിനുണ്ട് അടിപൊളി പ്ലീസാ ആ ബിജു ആ അടിപൊളി ആ ഒരു നേരം പോക്ക് നിന്നെ കൊണ്ടേ പറ്റൂ